എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെ നമ്മൾ ദൈവസ്നേഹത്തെക്കുറിച്ചല്ലേ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കണതല്ലേ? ദൈവസ്നേഹത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക്കായിട്ട് ദൈവസ്നേഹം നിറഞ്ഞിരിക്കണം. നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ അച്ഛൻ മുമ്പ് പറഞ്ഞായിരുന്നു, ഉടമ്പടിയെക്കുറിച്ച് എന്തുമാത്രം ഓർമ്മയുണ്ട്, അതാണ് ഉടമ്പടിയുടെ റേറ്റിങ്, നിങ്ങളുടെ സ്റ്റാറ്റസ്. ഉടമ്പടിയെക്കുറിച്ച് ഓർക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടിയുടെ ഓർമ്മ ദൈവസ്നേഹത്തിന് ആനുപാതികമാണ്. Take the word of God. സങ്കീർത്തനം 111:5 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ആരാധന. 111 സങ്കീർത്തനം 5-ാം തിരുവചനം. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ഇതാണ് സംഭവം. സങ്കീർത്തനം 111:5 എന്താണ്? അവിടുന്ന് തന്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു. ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ബൈബിൾ എന്ന് പറഞ്ഞാൽ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരത്തിനുള്ള വഴികൾ. ചിലപ്പോൾ വിദ്യാഭ്യാസമായിരിക്കും നൽകണത്, ചിലപ്പോൾ ബിസിനസ്സായിരിക്കും നൽകണത്, ചിലപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ജോലിയായിരിക്കും നൽകണത്. അപ്പോൾ അതാണ് ആഹാരം നൽകുന്നത് പറയണത്. അല്ലാതെ നമ്മളൊക്കെ ഇങ്ങനെ ഹോട്ടലിൽ ചെല്ലുമ്പോഴും നമുക്ക് ആഹാരം കിട്ടണ പോലെ പാത്രത്തിൽ ആഹാരം കൊണ്ട് തരണമല്ല. മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് കറക്റ്റ് ചെയ്യും. നിൻ്റെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നിൻ്റെ പ്രൊമോഷൻ, നിൻ്റെ ട്രാൻസ്ഫർ, എവിടെ എല്ലാ മേഖലയിലും അവിടെ നിന്ന് തൻ്റെ ഭക്തർക്ക്, അതാർക്കാണ് കൊടുക്കണത്? ഭക്തർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കാണത്. ഭക്തർ എന്ന് പറയണത് നിങ്ങളുടെ എല്ലാം ദൈവസ്നേഹത്തിലായിരിക്കണം, ഈശോയോടുള്ള സ്നേഹത്തിലായിരിക്കണം. നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ ചൊല്ലുന്നതും. രണ്ട് കാര്യങ്ങളാണ് ഉടമ്പടിയിലുള്ളത്, ചെയ്യലും ചൊല്ലലും, അല്ലേ? ചെയ്യുന്നതും ചൊല്ലലും ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാം. പക്ഷേ ഇറ്റ് മസ്റ്റ് ബി ഔട്ട് ഓഫ് ലവ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടി പ്രകാരമുള്ള എൻ്റെ എല്ലാ ചെയ്യലുകളും ചൊല്ലലും ദൈവസ്നേഹത്താൽ അഭിഷിക്തമായിരിക്കാൻ എന്നെ സഹായിക്കണം. ദൈവസ്നേഹമാണ് എൻ്റെ ഇന്ധനം എന്ന് പറയണത്. അപ്പോഴേ അങ്ങനെ ദൈവം എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റമില്ലല്ലോ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല, അല്ലേ? ജെറമ്യ 33 31 എടുത്ത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ജെറമ്യ 31 നിത്യമായ സ്നേഹമാണ്. ജെറമ്യ 31:3 എടുത്തേ. ജെറമ്യ 31:3 വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. പറഞ്ഞേ, കേട്ടില്ലേ? അതാണ് പ്രശ്നം. എന്താ പറഞ്ഞ? എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. അപ്പൊ ഇതിനകത്ത് ഗ്യാപ്പില്ല. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന് ഗ്യാപ്പില്ല. ഇങ്ങനെ വിട്ട് പിടിക്കണ കേസല്ല. ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്ന് പോണതല്ല. മറിച്ച് എന്താണ്? അത് നിത്യമാണ്, അചഞ്ചലമാണ്, അനന്തമാണ്. അത് വിശ്വസ്തതയും അങ്ങനെയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കണത്? അതുകൊണ്ടാണ് എപ്പോഴും ഓർക്കണത്. മനസ്സിലായില്ലേ? ജെറമ്യ 31:3 അനുസരിച്ചുകൊണ്ടാണ് സങ്കീർത്തനം 111:5 വർക്കൗട്ട് ചെയ്യണത്. 111:5 എന്താ പറയണത്? വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ആരാധന ആരാധന. സങ്കീർത്തനം 111:5 തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. നിങ്ങൾ അവിടുത്തോട് ചെയ്ത ഉടമ്പടി എപ്പോഴും അനുസ്മരിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം.
നിങ്ങൾ അവിടുത്തോട് ചെയ്ത ഉടമ്പടിയെ സത്യമേ പറയാവൂ. കർത്താവിൻ്റെ മുമ്പിലാണ് ഇരിക്കേണ്ടത്. അവസാനം കൈ താഴ്ന്നു പോകരുത്. എപ്പോഴും ഉടമ്പടി അനുസ്മരിക്കുന്നവർ കൈപ്പൊക്കിക്കേ. 1 2 3 4 5 6 7 8. താങ്ക് യു. കൈയടിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. അതാണ് സംഭവം. അതായത് ഇതിൻ്റെ റെസ്പോണ്ടിങ് ഇങ്ങനെയാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും ഓർക്കണം അല്ലത്. അത് ഉഭയകക്ഷി ബന്ധമായത് കാരണം എപ്പോഴും അനുസ്മരിക്കണം. അത് കാരണം ഐ ഹാവ് കാവ്ഡ് യു ഇൻ മൈ പാം എന്ന് അങ്ങനെ വചനമുണ്ടല്ലോ. ഐസയ 49:16. ഇതാ നിന്നെ ഞാൻ ഒന്ന് പറഞ്ഞു, ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം എന്താ പ്രശ്നം? അവിടെ പറയുന്നുണ്ട്, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന്. ദാറ്റ് ഈസ് ഉടമ്പടി ഓർമ്മയാണ്. ദൈവം നമ്മളുമായി ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മളെ ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളം കൈ ദൈവത്തെ കൊത്തിവെച്ചാൽ തീരാവുന്ന പ്രശ്നം നമുക്കുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളം കൈയിലും ആത്മാവിലും ദൈവത്തെ കൊത്തിവെക്കണം. അതിനാണ് നമ്മൾ ദൈവസ്നേഹ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണത് ഓരോ സമയം. ഇതൊരു ഫംഗ്ഷനാക്കി മാറ്റരുത്. ഇതൊരു മിഷനാണ് ഉടമ്പടി. കൈയടിച്ച് കർത്താവിനെ സ്നേഹത്താൽ നിറഞ്ഞു പ്രവർത്തിക്കുന്ന മിഷണറിമാരാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ. ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നതും ചെയ്തിടുകിൽ. ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴ് ഉടമ്പടി ഒരു ഓർമ്മയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഓർമ്മ ദൈവത്തിൻ്റെ ഓർമ്മ പോലെ അതിന് സമാന്തരമായിരിക്കണം നമ്മുടെ ഓർമ്മയും. നമ്മളിടക്കും തലക്കുമൊക്കെ അത് ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യണം. അതനുസരിച്ചാണ് ഉടമ്പടി ജീവനുള്ളതായി മാറുകയും. ഇപ്പം തന്നെ ഈ ജിസ മേരി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. ഈ ആഴ്ചത്തെ കിടിലൻ സാക്ഷ്യങ്ങളൊന്ന് ജിസ മേരിയുടെ ആണ്. ജിസ മേരി ഉടമ്പടി ചെയ്തപ്പോഴേ പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഉടമ്പടി ചെയ്ത് അതിൻ്റെ അകത്ത് ജോലിയൊന്നും ഉടമ്പടി ചെയ്തില്ല. അവൾക്ക് ജോലിയില്ല, പക്ഷെ ഉടമ്പടി ചെയ്തില്ല. എന്താ കാര്യമാണ്? ജോലിയുടെ അവളുടെ നേഴ്സാണ്, പക്ഷെ ജോലി വേണ്ടതാണ്, പക്ഷേ ഉടമ്പടിയിൽ എഴുതിയില്ല. എന്താ കാര്യം? അത് കിട്ടുകയില്ലെന്നറിയാം. അതുകൊണ്ടാണ്. എന്താ കിട്ടാത്തതിൻ്റെ കാരണം? ഗ്യാപ്പുണ്ട് ആളിന്. 10 വർഷത്തെ ഗ്യാപ്പുള്ളത് കാരണം, ഉടമ്പടി അത് കിട്ടാത്തത് കാരണം ഉടമ്പടിയിൽ വെച്ചില്ല. ഒരു ഉടമ്പടി ഫയറാകണ രീതി നോക്കണേ. പക്ഷേ ജിസ മേരി ബേസിക്കായിട്ട് നല്ല ദൈവസ്നേഹത്തോടുള്ള പാർട്ടിയാണ്. മല്ലപ്പള്ളി ആ സാക്ഷ്യം നിങ്ങൾക്ക് നോക്കണമല്ലായിരിക്കും. നല്ല ദൈവസ്നേഹമുള്ള ആളാണ്. ഇപ്പോൾ ഉടമ്പടി ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ചുണ്ടായ ഒരു ആധ്യാത്മികതയല്ല. അവർ ബേസിക്കായിട്ട് ഇപ്പോൾ ഇന്നലെ പൂന്തോപ്പിൽ നിന്നൊരു മോള് പറഞ്ഞു, ഞാനിതിൻ്റെ നാട്ടുകാരത്തിയാണ്, ഇവിടുത്തെ അടുത്ത് തന്നെ താമസിക്കണം പൂന്തോപ്പിൽ. അപ്പോൾ ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ലായിരുന്നു. കാര്യം എന്താ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഇവിടുന്ന് ഒരു റിലക്റ്റൻ്റായിട്ട് നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് പെട്ടെന്ന് എടുത്ത് ചാടത്തില്ല. അപ്പം ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിരീക്ഷിച്ചിട്ട് നാട്ടുകാർ അകലങ്ങളിലുള്ള ആൾക്കാരൊക്കെ വന്ന് അനുഗ്രഹം ചോന്നുകൊണ്ട് പോകുമ്പോഴും നാട്ടുകാർക്ക് തട്ടിപ്പറിക്ക് ജീവിക്കുക. അപ്പോൾ ഇവർക്കൊരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവർ പെട്ടെന്ന് അവിടേക്കൊരു ലിങ്ക് വരും. നമുക്ക് ബേസിക് ഗോഡ് ഓഫ് ലവ് ഓഫ് ഗോഡ് ഉണ്ട്. നിങ്ങൾ എപ്പോഴും ഓർക്കണം, നിങ്ങൾ ഓർക്കേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങളുടെ ഒരു സങ്കട സമയത്ത്
നിങ്ങൾ ആരെങ്കിലും കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ പറഞ്ഞെന്ന് നിങ്ങൾ ധരിക്കരുത്. അവരല്ല പറഞ്ഞത്, നിങ്ങളെ വിളിക്കുന്ന ദൈവമാണ്. മനസ്സിലായില്ലേ? നിങ്ങളെ വിളിക്കുന്ന ദൈവമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയാവോ? അത് അവർ നാത്തുവിൻ്റെ അനിയത്തിയാണല്ല പറഞ്ഞത്, അവൾ ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവൾ ഉടമ്പടി എടുത്തിട്ട് അവൾക്കൊരു മാറ്റവും ഇല്ലല്ലോ. നമ്മൾ അവളെയും നോക്കണം. നമ്മളോട് ആരാണ് ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് അവരെ നോക്കും. അവരല്ല നോക്കേണ്ടത്. ദൈവസ്നേഹം നിങ്ങൾക്കുള്ളത് കാരണം നിങ്ങളെ അവളിലൂടെ വന്ന് ദൈവം വിളിക്കുകയാണ്. ഇപ്പം അതങ്ങനെ ആ പൂന്തപ്പുകാരത്തിൻ്റെ സാക്ഷ്യം പോകണം, ലെവലിൽ പോകണം, അങ്ങനെയാണ്. അവർക്ക് ലിങ്ക് ഇട്ട ഉടനെ അവർക്ക് മനസ്സിലായി. എല്ലാ കൂട്ടുകാരും പണ്ട് വിശ്വാസമൊന്നും ഇല്ലാഞ്ഞ ആൾക്കാർ പോലും കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൃപാസനത്തെ ലിങ്കായിട്ട് കൊടുക്കണത്. അപ്പോഴവർ വന്ന് ഉടമ്പടി എടുക്കുകയും അവർക്കൊരു മിനിമം ദൈവസ്നേഹത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ മിനിമം ദൈവസ്നേഹത്തിലുള്ള ആൾക്കാർ എത്ര വേഗം ഉടമ്പടി എടുക്കുന്നതെന്നതാണ്. എന്താ കാര്യം എന്നറിയാവോ? ആരെങ്കിലും അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമായിരിക്കും പറഞ്ഞിരിക്കുന്നത്. കാര്യം ഉടമ്പടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അനുഗ്രഹം നേടുന്ന ശേഷി കൂടും. ഇതൊരു വാല്യൂ ആഡഡ് പ്രോജക്റ്റാണ്. ഈ മൂല്യവർദ്ധിതമായിട്ടുള്ള ആധ്യാത്മിക പദ്ധതിയാണിത്. മറ്റ് പ്രാർത്ഥനാ രൂപമല്ലല്ലോ, ഇത് പ്രോജക്റ്റല്ലേ. കാരണം നിബന്ധനകൾ ദൈവത്തിൻ്റെ ജോസഫച്ചന്മാരെ നിബന്ധന വെച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങളെ ഉള്ള നിബന്ധനയെല്ലാം സുവിശേഷത്തിലുള്ള ദൈവവചനത്തിലുള്ള നിബന്ധനയല്ലേ ഉള്ളൂ. ദൈവവചനത്തിലുള്ള നിബന്ധനകളും നിങ്ങളുടെ നിയോഗങ്ങളുമാണ്. പക്ഷെ നിയോഗം വെച്ചിട്ടില്ല. ആ സെലീന നിയോഗം വെച്ചിട്ടില്ല. എന്നാ അവരുടെ പേര്? ജിസാമേർ നിയോഗം വെച്ചിട്ടില്ല. നിയോഗം വെച്ചിട്ടില്ല എന്ന കാര്യം എന്താ? ഗ്യാപ്പുള്ളത് കൊണ്ടാണ്. 10 കൊല്ലത്തെ ഗ്യാപ്പാണ്. കല്യാണവും കുഞ്ഞുങ്ങളെ പെറ്റതും വളർത്തിയതുമായിട്ടൊക്കെ 10 കൊല്ലം ഗ്യാപ്പായി. അപ്പോൾ അത് പ്രൊഫഷൻ ബേസിൽ അവർക്കിനി ജോലി കിട്ടത്തില്ല. ഒരു ഹോസ്പിറ്റലും എടുക്കത്തില്ല. ഇപ്പം നാട്ടിലെ ഹോസ്പിറ്റൽ വല്ലയിടത്തൊക്കെ വല്ല ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ വിളിക്കുമെന്നല്ലാതെ ഗ്യാപ്പ് വന്ന അപകടകരമായ സംഭവം. അതുകൊണ്ടാണ് നഴ്സുമാരൊക്കെ എത്രയും വേഗം വിട്ടുപോകാൻ നോക്കണതിൻ്റെ കാരണം അതാണ്. പക്ഷേ എന്താ പറ്റി? അവർക്കൊരു മിനിമം ദൈവസ്നേഹത്തിലാണ് അവരത് ജീവിച്ചത്. അതുകൊണ്ട് അവർ ആ ജോലിക്ക് വെച്ചില്ലെങ്കിലും കർത്താവ് ഒരു ലിങ്കിട്ട് കൊടുത്ത്, അത് സാക്ഷി ഒരു ലിങ്കിട്ട് കൊടുത്തു. അബുദാബിയിൽ നിന്ന് ലിങ്ക് വന്ന്, ഒരു ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക്. അപ്പോൾ അവർക്ക് സങ്കടമായി. ഇത് ഞാനെന്ത് ചെയ്യാനാണ്? എനിക്ക് ഗ്യാപ്പല്ലേ. അബുദാബി ചെന്നിട്ട് ആരെടുക്കാനാണ്? പക്ഷേ ഉടമ്പടി എടുത്തതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട്, അതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ലിങ്ക് വന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ആ ലിങ്കിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവരുടനെ വിളിച്ച് പറഞ്ഞ് ഉടനെ കയറിപ്പോരാൻ 15 ദിവസത്തിൽ കയറിപ്പോകാൻ പറ്റും. 15 ദിവസത്തിൽ കയറിപ്പോരാൻ പറഞ്ഞു. അപ്പോൾ അവർ ഗ്യാപ്പിൻ്റെ കാര്യം അവർ പറഞ്ഞില്ല. പക്ഷേ ഇൻ്റർവ്യൂ എന്നപ്പോൾ പ്രശ്നമായി. ഇൻ്റർവ്യൂ ഇരിക്കുന്ന ആൾക്കാർ ഓരോ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് വെൻറ്റിലേറ്ററെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞ്. വെൻറ്റിലേറ്റർ കേടായാൽ എന്ത് ചെയ്യണം, വെൻറ്റിലേറ്റർ എപ്പോഴാണ് മാറ്റണം എന്ന് പറയുമ്പോൾ ഗ്യാപ്പല്ലേ, ഇവക്കറിയത്തില്ല. പുതിയ വെൻറ്റിലേറ്റർ സിസ്റ്റം വരുന്നത്. പണ്ടത്തെ വെൻറ്റിലേറ്റർ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ സമയത്തും. ആ വെൻറ്റിലേറ്ററെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ പല ചോദ്യങ്ങൾ ഇവർ തട്ടിമുട്ടിയൊക്കെ ഉത്തരം പറഞ്ഞ്, ഗ്യാപ്പൊക്കെ മറത്തി വെച്ച് ഉത്തരം പറഞ്ഞ്. പക്ഷേ വെൻറ്റിലേറ്ററെ കുറിച്ച് ചോദിച്ചപ്പോൾ പണിയായിപ്പോയി. അപ്പം മാഡം സത്യമായിട്ട് പറഞ്ഞു, മാഡം എനിക്ക് ഗ്യാപ്പുണ്ട്, ഐ എം നോട്ട് ക്വാളിഫൈഡ് ആൻഡ് എലിജിബിൾ ഫോർ ദിസ് ജോബ്. 10 കൊല്ലം എനിക്ക് ഗ്യാപ്പുണ്ട്. അപ്പോഴുടനെ അവർ ചൂടായി, വാട്ട് നോൺസെൻസ്, പിന്നെ നിങ്ങൾ എന്തിനാ അപേക്ഷ കൊടുത്തതായി. പിന്നെ അവർ വാട്ട് നോൺസെൻസ്, നിങ്ങൾ എന്തിനാ അപേക്ഷ കൊടുത്തതായി. അതിന് ഇവർക്ക് മറുപടി ഉണ്ട്. ഇവർ ഉടമ്പടി എടുത്തിട്ടാണ് അപേക്ഷ കൊടുത്തത്, അവരോട് പറയാൻ പറ്റുമോ? അതാണ് പ്രശ്നം. നമുക്ക് പല കാര്യങ്ങളും പലരോടും പറയാൻ പറ്റത്തില്ലല്ലോ. അവർ മിണ്ടാതിരുന്ന് വേറെ 2 ചോദ്യം വിചാരിച്ച് ക്യാൻസൽ ചെയ്ത്, ഇറ്റ് ഈസ് വെരി പതറ്റിക് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ റൂളുണ്ടാ, ആ ഗ്യാപ്പുള്ള ആൾക്കാർ എടുക്കരുതെന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പുറത്താക്കിയെങ്കിൽ ഇവർ പുറത്ത് കാശുരം വെച്ചുകൊണ്ടിരുന്നൊരു ജപമാല ചെല്ലുകയാണ്.
ഇവിടെ അബുദാബി ചെന്നിരിക്കണതല്ലേ, ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മാഡം പുറത്ത് വന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് വായിച്ച് 60 പേര് ഇൻ്റർവ്യൂവിൽ 6 പേര് ഷോർട്ട് ലിസ്റ്റ് വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവരുടെ പേരുണ്ട്. ഷോർട്ട് ലിസ്റ്റ് 6 പേരല്ല, 60 പേരെടുത്തില്ല, 6 പേരുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇവരുടെ പേരെന്ത്? ഇവരൊന്നും മിണ്ടിയിട്ടില്ല. വെന്റിലേറ്റർ എന്താണ് ജബ അടിച്ച പാർട്ടിയാണ്, മിണ്ടിയിട്ടില്ല. ഒരു സ്റ്റോറി മൂവ് ചെയ്യണ ദിവസം കണ്ട നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ എല്ലാം ലോകം മുഴുവനുള്ള ആൾക്കാർ പറയും എന്താണ് എവിടുന്ന് കിട്ടി മലയാളിക്ക് നോട്ട് ബൈ മെറിറ്റ്. ഉടമ്പടിയുടേതാണ്. നിൻ്റെ മെറിറ്റില്ലാതെ വർക്ക് ചെയ്യണത്, അത് നിൻ്റെ മെറിറ്റല്ല, ബട്ട് ബൈ ഗ്രേസ്, അതിൻ്റെ കരുണയിലാണ്. കൈ ഇടിച്ച് കർത്താവ് തുടരുക. ഞങ്ങളുടെ കഴിവിനപ്പുറത്ത് നിന്റെ കൃപ പ്രവർത്തിച്ച് ഞങ്ങളെ സാക്ഷികളായി നിർത്തുന്നതിന് നന്ദി പറയുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവർ അപ്പോയിൻ്റഡായി, അതാണ് എൻ്റെ വിഷയം. അപ്പം നിങ്ങൾ ഓർക്കണം, ഈ ആള് ഉടമ്പടി ജോലി വെച്ചിട്ടില്ല, പക്ഷെ കർത്താവ് അവർക്ക് ജോലി കൊടുക്കാൻ തീരുമാനിച്ചു. എന്താ കാര്യം? ജീവിതത്തിലും സത്യസന്ധതയാണ്, ഉടമ്പടിയിലും സത്യസന്ധതയാണ്. മിനിമം ദൈവസ്നേഹമുള്ള ആളാണ്. എൻ്റെ മക്കളെ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഇന്നത്തേക്കാൾ നിങ്ങളുടെ വാല്യൂ ആഡ് ചെയ്യണമെന്ന് ഓർത്തേക്കണം. നിങ്ങളെ മിനിമം ദൈവസ്നേഹമുള്ളവരും ദൈവവിശ്വാസമുള്ളവരുമാണ്. ഉടമ്പടിയോടുകൂടി നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങൾക്ക് അവകാശമായി മാറുകയും. അതുകൊണ്ട് എന്താ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കർത്താവിൻ്റെ വചന ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അവൻ ചെയ്യുമ്പോൾ എന്താ സംഭവം? നമ്മുടെ വാല്യൂ ആഡ് ചെയ്യുന്നു. അധ്യാത്മീയതയിലുള്ള ഒരു സംഭവമാണ് വാല്യൂ ആഡിങ്. ഞങ്ങളെപ്പോഴും നോക്കണം നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ പർച്ചേസ് പവർ എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ ഒരു അനുഗ്രഹം ആർജിക്കൽ ശേഷി വർദ്ധിപ്പിക്കാൻ ബൈബിളിൻ്റെ ഫോർമുല എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഉടമ്പടി അന്വേഷിക്കുന്നത് പലപ്പോഴും. അതുകൊണ്ട് ഉടമ്പടി എടുത്ത വ്യക്തിയും എടുക്കാത്ത വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉടമ്പടി എടുത്ത വ്യക്തിക്ക് അവൻ പറയണ പോലെ ചെയ്യുകയില്ലേ, അവൻ പറയണ പോലെ ചെയ്യുന്നു. നമ്മൾ സുവിശേഷം ആകുന്നു. സുവിശേഷം ആൾക്കാരെ കർത്താവിൻ്റെ എന്താണ് ഈശോ പറഞ്ഞത്? പുനരുദ്ധാനത്തിന് ശേഷം എന്താ പറഞ്ഞത്? നിങ്ങൾ പോയി ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് ലോകത്തോട് പറയണം. ആ പണിയാണ് നമ്മൾ ചെയ്യണത്. കൃപാസനം പത്രം വാങ്ങിച്ച് കൊടുക്കുമ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു നമ്മൾ ലോകത്തോട് പറയുകയാണ്. എന്താ കാര്യം? കൃപാസനത്തിൽ വേറെ ഒരു വാർത്തയുമില്ല. ഈ മാസം മുഴുവൻ ദൈവം ഏതെല്ലാം ഈ ലോകത്തുള്ള ആരെല്ലാം സഹായിച്ചിട്ടുണ്ട്, അടയാളങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. 110 സാക്ഷ്യങ്ങളല്ലേ? 110 സാക്ഷ്യങ്ങളല്ല, ചിലപ്പോൾ 150 സാക്ഷ്യങ്ങൾ വരെ വരും. ഈ 150 സാക്ഷ്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുപോയി വേറൊരു മനുഷ്യന് കൊടുക്കണത്. എന്താ കൊടുക്കണം? നിങ്ങൾ എന്താണ് പറയാതെ പറയണത്? ക്രിസ്തു ദൈവമാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്, അതിന് ഞാൻ സാക്ഷികളാണ്. നാളെ നിങ്ങളും സാക്ഷികളാകും, നിങ്ങളെ ഈശോ അനുഗ്രഹിക്കും. കൈയിടിച്ച് കർത്താവ് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷേ കൃപാസന പത്രം സാധാരണ ന്യൂസ് പത്രം പോലെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പ്രാർത്ഥിച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പ്രസംഗിച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ 3-4 തരം ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കൃപാസന പത്രം പ്രാർത്ഥിച്ച് വീട്ടിലിരുന്ന് ജപമാലയിൽ പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്.
ചിലർ പ്രസംഗിച്ച് കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനായാലും ഇപ്പോൾ ആ ടെൻഷൻ്റെയൊക്കെ സാക്ഷ്യം അതല്ലേ, രാത്രി 10 മണിക്കും സുവിശേഷം പ്രസംഗിക്കുകയാണ്, മെഡിക്കൽ ഒഴിവാക്കുന്നുണ്ട്. കർത്താവിനെ അറിയിക്കാൻ വേണ്ടി ആ മനുഷ്യൻ രാത്രി 10 മണിക്കും അവിടെ കൂടി മെഡിക്കൽ കോളേജിൻ്റെ വാതിക്കൽ എപ്പോഴും തിരക്കായിരിക്കുമല്ലോ, കിട്ടുന്നവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാനായിലെ കല്യാണത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പത്രം കൊടുക്കുന്നത്. സുവിശേഷം പ്രസംഗിക്കുകയാണ് രാത്രി 10 മണിക്കും. അപ്പോഴും നമുക്ക് രാത്രി 10 മണിക്കും എവിടെ ഏതിരുട്ടത്ത് നിന്നുകൊണ്ടും സുവിശേഷം പ്രസംഗിക്കുന്നൊരു കാലമാണിത്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരുടെയൊക്കെ അനുഭവ സാക്ഷ്യം കേൾക്കണം. ദൈവം ഇങ്ങനെ കോരിയെടുത്തുകൊണ്ട് വരും. 40 ലക്ഷത്തിൻ്റെ കടം എങ്ങനെ പോയിട്ട് പിന്നീട് 40 ലക്ഷത്തിൻ്റെ മുതലാളിയായി മനുഷ്യൻ മാറണ കാണണം. പെട്ടെന്നാണ്. അപ്പോൾ ദൈവം നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ തൊടും തീർച്ചയായിട്ടും. അപ്പോൾ ഭൗതിക സാഹചര്യങ്ങളെ തൊടാൻ വേണ്ടി മാത്രമുള്ള പ്രാർത്ഥന അല്ല ഇത് നിത്യതയുമായിട്ട് യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടിയും അതുവഴി നിങ്ങൾക്ക് നിത്യത ലഭിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. പക്ഷെ ഇതിനകത്ത് വരുന്നത് ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവ തിരുസന്നിധിയിൽ നമുക്കൊരു വാല്യൂ ആകും. നമ്മുടെ വാല്യൂ കേവലം മനുഷ്യൻ എന്ന രീതിയിൽ നീ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞ ദൈവം ഒരു വില കൊടുക്കുന്ന വ്യക്തിയായി മാറും. ദൈവം വില കൊടുക്കുന്ന വ്യക്തി, അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പം അതറിയണമെങ്കിൽ 7-ാമത്തെ നിങ്ങളെടുത്ത് 7 നമ്മുടെ സുവിശേഷത്തിൽ ലൂക്കാ സുവിശേഷം 7-ാം അധ്യായം. ലൂക്കാ 7:5. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു സിറ്റുവേഷൻസ് അറിയണം. അതായത് ഈ യേശുവിൻ്റെ അടുത്ത് കുറേ യഹൂദ പ്രമാണികൾ ഒരു ശതാധിപനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ശതാധിപൻ എന്ന് പറയാറ് 100 പട്ടാളക്കാരുടെ അധിപനാണ്, റോമനാണ്. അയാളെ യഹൂദനല്ല, വിജാതിനാണ്. പക്ഷെ എങ്കിലും ഈ വിജാതിനെ കൊണ്ടുവന്ന് ഈ യഹൂദ പ്രമാണി അയാളെ യേശുവിൻ്റെ അവതരിപ്പിക്കും. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഇയാൾ സാധാരണ യഹൂദ ഇവരെ പോലെ അല്ല, ശതാധിപനെ പോലെ അല്ല, കുറച്ച് വാല്യൂ ഉള്ള ആളാണ്. ഈ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ഇയാളുടെ വാല്യൂ എന്താണ്, അയാളെന്താ പറയണമെന്ന് നോക്കിയേ. എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ പറയണത് എന്ന് പറഞ്ഞേ. നീ ഇത് ചെയ്തു കൊടുക്കാൻ, യേശുവിനോട് പറയണതാണ് യഹൂദ പ്രമാണം, നീ ഇത് ചെയ്തു കൊടുക്കാൻ. ആർക്ക് ചെയ്തു കൊടുക്കാൻ? ശതാധിപനെ ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. അർഹനാണ്. അതാ പ്രശ്നം. ഈ നമുക്ക് അർഹത ഉണ്ടാക്കുന്ന വിഷയമാണ് വാല്യൂ ആഡിങ് എന്ന് പറയണത്. നിങ്ങൾക്ക് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കത് ദൈവം ഇത് ചെയ്തു തരാൻ നിങ്ങൾ അർഹരായി മാറുകയാണ്. അർഹത എന്ന് സംഭവമുണ്ട്, മനസ്സിലായില്ലേ? അതാണ് വാല്യൂ, മൂല്യവർദ്ധിതം. ഒരു സാധാരണ വ്യക്തിയെ മൂല്യവർദ്ധിതമായ വ്യക്തിയായിട്ട് ഉടമ്പടി ഉയർത്തുന്നുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഉടമ്പടിയിലൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ യോഗ്യരാക്കി തീർത്തതിന് അതായത് നിങ്ങൾ കൃപാസനത്തിലോട്ട് വരണ സമയത്ത് നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ടാവും, പുറത്തിറങ്ങുമ്പോൾ ഒരു വാല്യൂ ഉണ്ടാവും, പിന്നെ നിങ്ങൾക്ക് ഉടമ്പടി ജീവിക്കുമ്പോൾ വാല്യൂ ഉണ്ടാവും. അനുനിമിഷം നിങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കും. അനുനിമിഷം നിങ്ങളുടെ വില കൂടിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് അച്ഛൻ നിത്യാരാധന കേന്ദ്രത്തിൽ 3 ഉടമ്പടി പുതുക്കിയവരെ മാത്രം കയറ്റണത്? എന്താണ് അവിടെ വാല്യൂ ഭയങ്കരമാണ്. 3 ഉടമ്പടി പുതുക്കിയിരിക്കുകയാണ്. ദാരിദ്ര്യ 9 മാസമായി അവർ ഉടമ്പടി നിൽക്കണത്. അവരെന്തുമാത്രം നന്മ പ്രവർത്തികൾ ചെയ്ത് കാണും, എന്തുമാത്രം എന്തുമാത്രം സുവിശേഷ പ്രഘോഷണം ചെയ്ത് കാണും. അപ്പോഴവിടെ വാല്യൂ ആഡ് ചെയ്യും. അവരാണ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. അവിടെ പോയിരുന്നുണ്ട്. ഇപ്പം ഇന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നിരിക്കണില്ലേ, അവരുടെ കാര്യം നിങ്ങൾക്ക് വേണ്ടി കൃപാസന നിത്യാന കേന്ദ്രത്തിലെ ഉടമ്പടി സീനിയറായിട്ട് എടുത്തിട്ടുള്ളവർ 4 പുതുക്കവരും 3 പുതുക്കവരും മധ്യസ്ഥം വഹിക്കുകയാണ്.
അപ്പോൾ ഉടമ്പടി മധ്യസ്ഥ പ്രാർത്ഥന അതാണ്. എന്താ കാര്യം? വാല്യൂ ആഡഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ, മൂല്യവർദ്ധിതമായിട്ടുള്ള അവരുടെ സൽപ്രവൃത്തികളിലും ദൈവത്തിൻ്റെ മുമ്പിൽ മൂല്യമുള്ളവർ. അതുകൊണ്ടാണ് നീ ഇത് ചെയ്തു കൊടുക്കാൻ. റീഡ് ഇറ്റ് അഗെയിൻ, ലുക്ക 7:5. നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്താ കാരണം? എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ദിസ് ഈസ് ദ ഫസ്റ്റ് മെറിറ്റ്. എന്താണ്? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ആദ്യം ഉണ്ടാകേണ്ടത് ദൈവദൃശ്യത്തിൽ മെറിറ്റോറിയസ് ആയിട്ടാവാൻ, ആദ്യം വാല്യൂ ഉണ്ടാകാൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വൈരാഗ്യമുള്ളവരോട് ക്രിസ്തു ആയത് കാരണം ക്രിസ്തു പറയും ശത്രുക്കളെ സ്നേഹിക്കാൻ പറയും. ക്രിസ്തു അല്ലേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, വേറെ ലോകത്ത് ആരും പറഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം മനുഷ്യ ദൈവങ്ങളല്ലേ. സാക്ഷാത് ദൈവം ആകുമ്പോഴാണ് കാര്യങ്ങൾ മാറണത്. ഒരേ ലെവലിൽ പറയത്തില്ല. നീ നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കാൻ പറയും. അപ്പം തന്നെ മനസ്സിലാക്കി ക്രിസ്തു മനുഷ്യനല്ലെന്ന്. മനുഷ്യനൊക്കെ പറയാൻ പറ്റത്തില്ല. അപ്പം നീ നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കാൻ പറയും. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിൻ്റെ വാല്യൂ ആഡ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് നിൻ്റെ ശത്രുത ആർക്കും ഇല്ല, നിനക്ക് ആരോടും ശത്രുത ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. നിനക്ക് വഴി തരാത്ത ആൾക്കാരുണ്ടാകാം. നിൻ്റെ പ്രമാണം കൊണ്ട് ഓടിപ്പോയ ആൾക്കാർ, കട്ടുകൊണ്ട് പോയ ആൾക്കാരുണ്ടാകാം. ചില മക്കൾ തന്നെ പ്രമാണം കട്ടുകൊണ്ട് പോയിട്ടില്ലേ വീട്ടിൽ നിന്ന്. ഈ ആൾക്കാരോടെല്ലാം ഏകപക്ഷികമായിട്ട് നമ്മൾ ക്ഷമിക്കുകയാണ്. ഏകപക്ഷികമായിട്ട്. എന്താ കാര്യം? ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാനെല്ലാം കുപ്പയായി കരുതണമെന്ന് കൈ ഇടിച്ച് കരുതാം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പി 3:8. ഫിലിപ്പി 3:8. ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങളോട് തെറ്റ് ചെയ്ത ആളാണ്. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി അവനോട് ഏകപക്ഷീയമായി ക്ഷമിക്കുന്നു. എന്താ കാര്യം? അവൻ നമ്മോട് കാണിച്ചതെല്ലാം വേസ്റ്റായിട്ട് കണക്കാക്കണമെന്ന്. ഇത് ക്രിസ്തുവിന് മാത്രമേ ഉപദേശം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ക്രിസ്തുവിനെ ക്രിസ്തുവാക്കണതും ക്രിസ്തുവിൻ്റെ ദൈവപ്രകാശം നമ്മൾ ചൊരിയണതുമൊക്കെ മനുഷ്യാതീതമായി ആധ്യാത്മികത കൊണ്ടാണ്. എല്ലാവരും ഇപ്പോൾ അന്വേഷിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതാതീതമായ ആധ്യാത്മികതയാണ് അന്വേഷിക്കുന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ ആധ്യാത്മികത മതാതീതമല്ല, മനുഷ്യാതീതമാണ്. കൈ ഇടിച്ച് കർത്താവ് അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ കാവൽ മലാഹിക്ക് അതിനേക്കാളുപരി നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കണം. മരിയൻ ഉടമ്പടിയാണ്. അമ്മ മാതാവിൻ്റെ പേരിലാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അമ്മ മാതാവിന് നിങ്ങളെക്കുറിച്ച് യേശുവിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയണം. ഇത് അവർക്ക് ചെയ്തു കൊടുക്കാൻ അവർ അർഹയാണ്. എന്താ കാര്യം? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ജനങ്ങളെ സ്നേഹിക്കുന്നു. അതാണ് സംഭവം. ജാതിയും മതവും നോക്കാതെ ആൾക്കാരെ സ്നേഹിക്കുന്നു. അതാണ് ഒരു കാര്യം. ഇത് നിങ്ങളെക്കുറിച്ച് പറയാനിടയാകണം. രണ്ടാമത്തത് എന്താണ്? നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനാലയം നമുക്കൊരു രണ്ടാമത്തതാണ്. ഈ ശതാധിപൻ്റെ ബാർഗെയിനിങ് പവറല്ലേ, അവൻ്റെ മൂല്യവർദ്ധിതമായ ഒരു മനുഷ്യനാണ്.
ഈ മൂല്യവർദ്ധിതനായ മനുഷ്യൻ്റെ രണ്ടാമത്തെ കപ്പാസിറ്റി എന്താണ്? നമുക്കൊരു സിനഗോഗ് പണിതരികയും ചെയ്തിട്ടുണ്ട്. പള്ളി പണിത് കൊടുത്തിട്ടുണ്ടെന്ന്. സിനഗോഗ് എന്ന് വെച്ചാൽ അതാണ്. നിങ്ങളാരും പള്ളി പണിയാൻ പോയില്ലെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിൽ പള്ളി പണിയാൻ പറ്റും നിങ്ങൾക്ക്, അല്ലേ? ഇല്ലേ? ഒരു മനുഷ്യന് വിശ്വാസം കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ പള്ളി പണിത പോലെയാവും. ഒരു മനുഷ്യന് വിശ്വാസം, എത്ര മനുഷ്യൻ്റെ ഈ ഉടമ്പടിയിലൂടെ 10,000 മനുഷ്യരുടെ ഹൃദയങ്ങളിലല്ലേ പള്ളി പണിയണത്? ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, എന്നെ അഭിഷേകം ചെയ്യുക, എന്നെ അഭിഷേകം ചെയ്യുക. ഞാൻ നിനക്ക് വേണ്ടി ജനഹൃദയങ്ങളിലെ ദേവാലയം, വിശ്വാസത്തിന്റെ ദേവാലയം പണിയുന്നതിനായി എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും മനസ്സിലായില്ലേ എങ്ങനെയാണ് മൂല്യവർദ്ധിതമായിട്ട് നിങ്ങളെ ഉടമ്പടി നിങ്ങളെ മൂല്യവർദ്ധിത സാക്ഷിയാക്കി മാറ്റണതെന്ന്? സിമ്പിളാണ്. ഏറ്റവും വലുതിൻ്റെ അകത്ത് പള്ളി പണിയത് തന്നെയാണ്. ജനഹൃദയങ്ങളിൽ വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസ കൈമാറ്റം ചെയ്യുമ്പോൾ അതിലാണ് കൃപാസനം പത്രം നമ്മൾ ഉപയോഗിക്കുന്നത്. കാര്യം അതുപോലെ ഈ ലോകത്ത് വേറെ ഒരു പത്രവും ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പത്രം ഇല്ല. ഇത്രയും സാക്ഷ്യങ്ങളുമായിട്ട് ഇറങ്ങുന്ന ഏത് പത്രമുണ്ട് മാസം മാസം? അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടിയാണ് പത്രശുശ്രൂഷ നിർവഹിക്കേണ്ടത്. കാര്യം നിങ്ങൾ തന്നെ ഇവിടെ വന്നത് എങ്ങനെയാണ്? 10 ആൾക്കാർ പത്രം വായിച്ച് വന്ന ആൾക്കാരാണല്ലേ. അത് വേറെ ആരോ പള്ളി പണിതതാണ്, വേറെ ആരോ. അപ്പം നിങ്ങളുടെ അതനുസരിച്ച് നിങ്ങൾക്ക് എന്താണെന്നറിയാമോ? നിങ്ങൾ സാത്താൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് അയ്യോ ഞാൻ കൊടുക്കണ, അമ്മ കൊണ്ടു കൊടുക്കുക, പപ്പ കൊടുക്കുക എന്നൊക്കെ ചോദിക്കും. സംഭവം പിശാചാണ് ചോദിക്കണത്. കാര്യം ദൈവസ്നേഹമില്ലല്ലോ. നിങ്ങളുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി നിങ്ങൾ IELTS പാസ്സാക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി വന്ന് തലകുത്തി പറഞ്ഞിരിക്കണമല്ലേ. നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വേറെ ആരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമെന്ന് നോക്കും. നിങ്ങൾ ഓർക്കുക, നിങ്ങളിങ്ങനെ ചെയ്യിക്കാൻ പോയാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല, ഉറപ്പാണ്. ഞാൻ എന്താ പറയാൻ കാര്യം, ആ ദന്തിസ്റ്റിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ? ദന്തിസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യം നിങ്ങൾ കേട്ടോ? ദന്തിസ്റ്റിൻ്റെ എന്താ സാക്ഷ്യം? അവർ ബേസിക് ദന്തിസ്റ്റാണ്. അവർ കോമ്പറ്റ് ചെയ്യുന്ന ആരുടെ കൂടെയാണ്? ദന്തിസ്റ്റ് സ്പെഷ്യലിസ്റ്റിൻ്റെ കൂടെ. ദന്തിസ്റ്റ് മാസ്റ്റർ ബിരുദമുള്ള MDയുടെ കൂടെയാണ്. എവിടെയാണ്? അവർക്ക് അമേരിക്ക USA ഒരു സീറ്റിന് വേണ്ടിയാണ്. പക്ഷേ എന്താണ് ചെയ്യണത്? അവരിവരെ കണ്ടപ്പോൾ പേടിച്ചു പോയി, വരണ്ടു പോയി. കാര്യം അവർക്ക് ബേസിക്സ് ഇന്ത്യൻ ബേസിക്സാണ്. അവർക്കെല്ലാം ഫ്രാൻസിലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിൽ ഇവരാരുമല്ല, സീറോയാണ്. അപ്പോൾ അവിടെ പോയി ഇരിക്കുമ്പോൾ അവർ അമ്മയുടെ ഒരു ഉറപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മ അവിടെ ഒരു ചെയ്ത് എന്താണ്, ഇവൾക്ക് വേണ്ടി മാത്രം ഒരു ഇന്ത്യൻ ഡോക്ടറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വെച്ചു. ഓ എൻ്റെ അമ്മേ, നിങ്ങൾ സാക്ഷ്യം കേട്ട ഞെട്ട് കയറി. ശരിക്കും പറഞ്ഞു അവളുടെ കപ്പാസിറ്റി അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അവളെ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത് ആ പാനലിലുള്ള ഇന്ത്യൻ ഡോക്ടറാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവം? അത് മാതാവ് ചെയ്തതാണ്. നിങ്ങളും ദൈവത്തിൻ്റെ ജോലി ചെയ്താൽ മാത്രമേ ദൈവം നിങ്ങളുടെ ജോലി ചെയ്യത്തുള്ളൂ. ദൈവത്തിൻ്റെ ജോലി പപ്പായെക്കൊണ്ടും അമ്മയെക്കൊണ്ടും ചെയ്യിച്ചാൽ നിങ്ങളുടെ ജോലി ചെല്ലുമ്പോൾ അവിടെ ഇന്ത്യൻ ഡോക്ടർ ഉണ്ടാവില്ല, പാകിസ്ഥാൻ ഡോക്ടർ ഉണ്ടാകത്തുള്ളൂ. അവിടെയാണ് പ്രശ്നം. അതായത് ദൈവത്തിന് നിങ്ങൾ വിലക്ക് വാങ്ങാൻ നോക്കരുത്, മര്യാദക്ക്, മറിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നോക്കുക. അപ്പോൾ ദൈവം ആരാണെന്നറിയും. കൈ ഇടിച്ച് കിടത്താൻ ആരാധനയിലൂടെ ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയിൽ എപ്പോഴും ശ്രദ്ധിക്കാൻ സാധ്യത. ഇപ്പം അവരെന്നാ പറഞ്ഞത്? ജിസാമേരി പറഞ്ഞില്ലേ, അവർക്ക് 10 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അല്ലേ? ഇതുപോലെ ഉടമ്പടിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ ഒരു പ്രതിഭാസം, ഗ്യാപ്പിൻ്റെ പ്രതിഭാസം നമ്മുടെ ആധ്യാത്മികതയിലും വരുന്നുണ്ട്. ഇപ്പോൾ എൻജിനീയേഴ്സിന് ഗ്യാപ്പ്, ഡോക്ടേഴ്സിന് ഗ്യാപ്പ്,
നേഴ്സുമാർക്ക് പ്രൊഫഷണൽസിനെല്ലാം ഗ്യാപ്പ് വന്ന് ജോലി കിട്ടത്തില്ല, ജീവിതം പോയി. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പിന്നെ പൊടികോരി തിന്നാനേ വരത്തുള്ളൂ. അതുപോലെയുള്ള പ്രശ്നമാണ് വിശ്വാസത്തിലുണ്ട് ഗ്യാപ്പ്. വിശ്വാസത്തിൽ ഗ്യാപ്പുണ്ട്. നിങ്ങൾക്ക് ഗ്യാപ്പുണ്ടെന്ന് നോക്കണം. നിങ്ങൾ വിശ്വാസത്തിൽ ഇപ്പം നിങ്ങൾ ലൂക്ക 8:13 എടുത്തേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 8:13 പാറയിൽ വീണത് എന്നാൽ പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. അതാണ് പ്രശ്നം. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. അവരെ കുറിച്ച് എന്താ പറയണത് ആ അധ്യായത്തില്? ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാണ്, അല്ലേ? അതാണ് വാക്ക് 8:13. ഇപ്പം വിശ്വാസത്തിലുണ്ട് അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, പിന്നെ ഗ്യാപ്പായി. ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രോബ്ലം അതാണ്. വിശ്വാസം ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന നിങ്ങൾ ഉടമ്പടി കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, പിന്നെ ഗ്യാപ്പാവുന്നു. ഇപ്പോൾ ഇന്നലെ ഞാനൊരു കക്ഷിയെ കണ്ടുകൊണ്ട് ഇത് പറഞ്ഞതാണ്. ഞാൻ ഇന്നലെ ആൾക്കാരെല്ലാവരെയും തന്നെ കിട്ടിയെടുത്ത് എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ അവസാനം എടുത്ത് നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു അവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊരു സീരിയസ് വിഷയം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉടമ്പടി ചീട്ട് കിട്ടിയില്ല. എന്താ കാര്യം? 2019 ഉടമ്പടിയാണ്. 2019 തൊട്ട് 2020 പണ്ട് ഇതുപോലെ ഉടമ്പടി എടുത്തതാണ് അവരല്ലേ. അവർ സന്തോഷത്തോടെ എന്താ വായിച്ചേ? 8:13 വായിച്ചേ. മുള്ളുകളുടെ ഇടയിൽ പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. അതാണ് സന്തോഷത്തോടെ ഉടമ്പടി എടുത്ത പാർട്ടിയാണേ. എന്തോ ചെറിയ ഒരു പ്രശ്നം വന്നപ്പോൾ ഉടമ്പടി ഇട്ട് കളഞ്ഞ്. അത് ഉടമ്പടി സംഭവിക്കും. നിങ്ങൾക്ക് ആദ്യം ഭയങ്കര സന്തോഷമായിരിക്കും, പക്ഷേ കള്ള ഉടമ്പടിക്കാരിയാണെങ്കിൽ ഇടക്കിട്ട് കളയും. എന്താ കാര്യം? നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയമാണ്. ഇപ്പം ചില കുഞ്ഞുങ്ങളുടെ പ്രശ്നമില്ലേ, കുഞ്ഞുങ്ങളുടെ മുമ്പ് കേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ മാത്രം തിന്നേച്ചും പിള്ളേർ പോകത്തില്ലേ. ഇപ്പോൾ ഉടമ്പടിയുടെ ബട്ടർ അടിക്കാൻ വന്ന ആൾക്കാരുണ്ട്. ഒരു അച്ഛൻ വന്ന് ഉടമ്പടി ചെയ്ത് ഉടമ്പടി പകുതിയായപ്പോൾ കൊച്ചനോടൊന്ന് ചോദിച്ചേ, അച്ഛാ ഉടമ്പടി തീർന്നാന്ന് ചോദിച്ചപ്പോൾ കൊച്ചനോട് അച്ഛൻ പറയണത്, കൊച്ചൻ ചോദിച്ചു ഉടമ്പടി തീർന്നേ അച്ഛാ? തീർന്നേ. അപ്പോൾ എന്നിട്ട് അച്ഛൻ ഉടമ്പടി കൊണ്ട് ഇട്ടില്ലേ? അല്ല, ആ തൈലം കിട്ടാൻ വല്ല മാർഗം ഉണ്ടാകും. ഒരു ക്ലെറിക്കിൻ്റെ അവസ്ഥ ഇതാണ്. ഒരു അച്ഛൻ വന്ന് ഉടമ്പടി ചെയ്താണ് പങ്കപ്പാടി പറയണത്. അപ്പോൾ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അച്ഛന് തൈലം മാത്രം മതി. അതിനു വേണ്ടി എവിടുന്നാണ് ഒരു ഉടായ്പം കൊണ്ടിറങ്ങിയിരിക്കുക. അതായത് എവിടുന്നാണ് ഉടമ്പടി ചെയ്യുമ്പോൾ തൈലം കിട്ടണത്, അപ്പോൾ തൈലം കൊണ്ട് ഇവിടുന്ന് സ്കൂട്ടാക്കാൻ നോക്കുകയാണ്. ഇതാണ് അച്ഛന്മാരുടെ അവസ്ഥയാണെങ്കിൽ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കാതെ ഇവിടുന്ന് തൈലം ഇവിടെ വെള്ളച്ചല്ലേ കിട്ടത്തുള്ളൂ. അപ്പം ഞങ്ങൾക്ക് മാതാവ് തന്നിരിക്കുന്ന ഇത് മലയാളികളുടെ എല്ലാ തരത്തിലുള്ള ഈ ദൈവത്തിനെ സ്നേഹിക്കാത്തവരും വയറ്റിപ്പഴുപ്പ് മാത്രം ലക്ഷ്യം വെക്കുന്ന ആൾക്കാരും ഇതുപോലെയുള്ള പ്രഗ്മാറ്റിക്കായിട്ട് കുറേ പരിപാടികളൊക്കെ ചെയ്യും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്യുമ്പോൾ വെടിപ്പായിട്ട് ചെയ്യുക. ഇനിയിപ്പം ഒരു ഗ്യാപ്പ് വന്നെന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഉടമ്പടി ഇപ്പം കുറേ നാളത്തേക്ക് വിശ്വസിച്ചെന്നല്ല പറയണത്. ലൂക്ക 8:13 എന്താ പറയണത്? കുറേ നാളത്തേക്ക് വിശ്വസിച്ചു. അത് കഴിഞ്ഞ് അവരുടെ വിശ്വാസത്തിൽ അവർക്ക് മാന്യം വന്നു, ഗ്യാപ്പായിപ്പോയി. പക്ഷേ ഗ്യാപ്പായിപ്പോയ ആൾക്കാർ ഉണ്ടല്ലോ ബൈബിളിൽ. ഗ്യാപ്പായിപ്പോയ ആൾക്കാർ ഒരു പക്കം പോയില്ലല്ലോ. ഇപ്പം ഗ്യാപ്പായി കഴിഞ്ഞാൽ അവരുടെ ഗ്യാപ്പിൻ്റെ സ്വാഭാവികത എന്താണ്? ഗ്യാപ്പ് സ്വാഭാവികം. ഇപ്പം ഉടമ്പടി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ പിന്നെ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതെന്താ കാരണം? ആ ഗ്യാപ്പ്, വിശ്വാസത്തിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പം നമുക്കറിയാം. അതായത് നിങ്ങൾ 10:27 വായിച്ച്, അല്ല 13:58 വായിച്ചാൽ, മത്തായി ശ്ലീഹ 13:58.
ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മത്തായി 13:58. മത്തായി 13:58. അവരുടെ അവിശ്വാസം നിമിത്തം പറഞ്ഞ അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. അപ്പൊ അവിശ്വാസം വന്നു കഴിഞ്ഞാൽ അത്ഭുതം കുറയും. അതാണ് മത്തായിയുടെ സുവിശേഷം 13:58. അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. അപ്പൊ വിശ്വാസത്തെ ഗ്യാപ്പ് വന്നാൽ അത്ഭുതം തീർച്ചയായിട്ടും കുറയും. പിന്നെ എന്ത് സംഭവിക്കും? ഈ ഗ്യാപ്പ് പാച്ചപ്പ് ചെയ്യാൻ നോക്കണം. അതും ദൈവം തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് കണ്ടീഷനായാലും തിരിച്ചു വന്ന് ഉടമ്പടി പുതുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഇപ്പോൾ 2 കൊല്ലം ഉടമ്പടി വീണുപോയി, അല്ലെങ്കിൽ 6 മാസം വീണുപോയി, സാരമില്ല. ഇപ്പോൾ ഒരു പ്രശ്നം വന്ന് സാരമില്ല, നിങ്ങൾ ഉടമ്പടി കൊണ്ടുവന്ന് പുതുക്കുക. എന്താ ഗ്യാപ്പ് പാച്ചപ്പ് ചെയ്യുന്നുണ്ട് ബൈബിളിലെ. അതറിയണമെങ്കിൽ 9:24 വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മർക്കോസ് 9:24. അതെ. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, അപസ്മാരം ബാധിച്ച കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. അപ്പോഴേ ഗ്യാപ്പ് വന്നു പോയി, എനിക്ക് അവിശ്വാസം ഉണ്ടായി, അത് അങ്ങ് തന്നെ അത് പരിഹരിക്കണം. അപ്പം നമ്മൾ ദൈവത്തെ ഇപ്പോൾ ഉടമ്പടി വീണുപോയി, പക്ഷെ നമ്മൾ ദൈവത്തിലൂടെ തിരിഞ്ഞാൽ വീണ്ടും അത് പഴയതുപോലെ റീഇൻസ്റ്റേറ്റ് ആവും. മനസ്സിലായോ? നമ്മൾ ഉടമ്പടി വീണുപോയി, 1 മാസം വീണു, 1 കൊല്ലം വീണു, 2 കൊല്ലം വീണുപോയി എന്ന് വിചാരിച്ചോ. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, വീണ്ടും നിങ്ങൾ ആ ഉടമ്പടിയുമായിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ അപ്പം തന്നെ അത് വർക്ക് ഔട്ട് ചെയ്യാൻ തുടങ്ങും. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, വീണുപോയ ഉടമ്പടികളെല്ലാം എത്രയും വേഗം പുനരുദ്ധരിച്ചുകൊണ്ട് മനുഷ്യന്റെ ദൈവാനുഭവ വിശ്വാസശേഷി വർദ്ധിപ്പിക്കുവാൻ അവന്റെ മൂല്യവർദ്ധിതമായി ദൈവത്തിരുസന്നിധിയിൽ നിലനിൽക്കുവാൻ അവരുടെ അവിശ്വാസങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഉടമ്പടിയിലേക്ക് അവർ പുനഃക്രമീകരിക്കണം. ഹല്ലേലൂയ. പരസ്പരം മുഖത്തോട് മുഖം നിൽക്കുക. രോഗസൗഖ്യത്തിനും അഭിഷേക ശാക്തീകരണത്തിനുള്ള പ്രാർത്ഥനയാണ്. പുരുഷന്മാർ, സ്ത്രീകൾ മുഖത്തോട് മുഖം ചേർന്ന് നിൽക്കുക. ആദ്യം കൈകളെ വിടർത്തി പിടിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ കൈകളിലേക്ക് അങ്ങയുടെ വിശുദ്ധമായ രക്തം തളിക്കണമേ. എന്റെയും എന്റെ പൂർവികരുടെയും പാപപ്പിഴകളെ അങ്ങ് പൂർണ്ണമായി ക്ഷമിക്കണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ആവശ്യമായ ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. 2 കൈകളും പരസ്പരം ശിരസിൽ വെക്കുക. പ്രാർത്ഥന പങ്കളെ കിട്ടാത്തവർ സ്വന്തമായിട്ട് തലയിൽ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥന പങ്കാളി കിട്ടാത്തവർ സ്വന്തമായിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വിശ്വാസം കുറവുള്ളവർ, ജയിലിൽ കിടക്കുന്നവർ, സാമ്പത്തിക തകർച്ച വന്നു പോയവർ, വഴിയില്ലാത്തവർ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ മക്കളെ അതുപോലെ ഓരോ മക്കളും ആധ്യാത്മികമായി ശക്തീകരിക്കപ്പെടാൻ വേണ്ടി അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന എൻ്റെ മക്കളെ ശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അത് ശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ ഈശോയെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ.
കർത്താവെ 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനം അൾത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ മക്കളുടെ ശിരസ്സിൽ അങ്ങയുടെ വിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഗർഭിണികളെ കൈവച്ച് പ്രാർത്ഥിക്കണമേ കർത്താവേ. ഗർഭാവസ്ഥയിലെ കുഞ്ഞുങ്ങൾക്ക് കേടുള്ളവരെ, ഗർഭാശയ കുഞ്ഞുങ്ങൾക്ക് കേടുള്ളവരെ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോഴേ ഈ പ്രാർത്ഥന കേൾക്കുന്നവരെ, ഗർഭാശയ കുഞ്ഞുങ്ങൾക്ക് കേടുള്ളവരെ, ഇപ്പോൾ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാനും, ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ച അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാനും കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. കർത്താവ് വിവാഹം ഒത്തുവരാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിവാഹം ഒത്തുവരാത്തവർ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ വലിയ കൃപ മക്കളിലേക്ക് ആവശ്യിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി മക്കളെ കൊടുക്കണ പ്രാർത്ഥിക്കുന്ന ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. സോറിയാസിൻ്റെ അസുഖങ്ങൾ, ശരീരത്തിൽ പാണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകട്ടെ. കാഴ്ചക്കുറവുള്ളവർ, അടിനോടിന് അസുഖമുള്ളവർ, മുക്കിൽ ദശ പടരുന്നവർ, സിസ്റ്റ് രോഗികൾ, ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, കിഡ്നി രോഗികൾ, കർത്താവെ മുഴയുള്ളവർ, അസ്ഥി ഉന്തി നിൽക്കുന്നവർ, ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയവർ, കർത്താവെ പിൻകടത്തതിന് കർത്താവ് വേദന ഉള്ളവർ, കർത്താവ് കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, കൈ ശോഷിച്ചു പോയവർ, കർത്താവെ വാദരോഗികൾ എല്ലാവരെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കണ്ണ് ചൊരിയട്ടെ. പലതരം ജോലി തടസ്സങ്ങൾ, പഠന തടസ്സങ്ങൾ, സർട്ടിഫിക്കറ്റ് തടസ്സങ്ങൾ, പരീക്ഷാ തടസ്സങ്ങൾ, പരീക്ഷയിൽ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, തോറ്റുപോയവർ വീണ്ടും എഴുതാൻ പോകുന്നവർ, ഇപ്പോൾ കർത്താവ് പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് ജപ്തി നടപടി വന്നു പോയവർ, കർത്താവ് ജീവിത മാർഗങ്ങൾ, വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, സ്വന്തം ജോലി, വേല, കൂലി എല്ലാ മേഖലകളിലും പ്രയാസം അനുഭവിക്കുന്നവർ, ട്രാൻസ്ഫർ ആയിപ്പോയവർ, അതിനുവേണ്ടി വീണ്ടും കർത്താവ് പഴയ സ്ഥാനത്ത് വരാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും കർത്താവിൻ്റെ കരുണയാൽ നിറയട്ടെ. മാരക രോഗങ്ങൾ, വേദികൾ ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സാക്ഷികളായി ഉയർത്തണമേ. മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. വരേണമേ, സൗഖ്യം നൽകണമേ. ദാതാവരേണമേ, എന്നിൽ നിറയണമേ. ദാതാവരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, ഓട്ടിസം രോഗികളെ ശ്രദ്ധിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓട്ടിസം രോഗികളെ കർത്താവേ, അപസ്മാര രോഗികളെ കർത്താവേ, ഡിപ്രഷൻ വന്നുപോയ മക്കൾ ഈശോയെ, ഭ്രാന്തി രോഗമുള്ളവർ കർത്താവേ ഈശോ, അവിടെ എല്ലാം മേൽ അങ്ങയുടെ വിശുദ്ധമായ രക്തം തളിക്കട്ടെ. വിവാഹ തടസ്സമുള്ളവര്, വിവാഹം പിരിയാൻ പോകുന്നവര്, കേസിലായിപ്പോയവര്, വിവാഹ കേസ് നടന്നുകൊണ്ടിരിക്കുന്നവര് കർത്താവേ ഈശോ, വാടക വീട്ടിലെ കർത്താവെ അകപ്പെട്ടു പോയവര്, പുതിയ വീട് കിട്ടാത്തവര്, സ്ഥലമില്ലാത്തവര്, വീടില്ലാത്തവര്, വീട് സ്ഥലവുമില്ലാത്തവര്, അന്യ രാജ്യങ്ങൾ അകപ്പെട്ടു പോയവര് കർത്താവെ, അവരുടെ മേലെല്ലാം കരുണ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ. ബാങ്കിൽ കടം വന്നു പോയവര്, ജപ്തിയാകാൻ പോകുന്നവര് കർത്താവെ ഈശോ, ഓരോ മക്കളെ സ്പർശിക്കുന്ന കർത്താവെ, അതിന് കാലുകൾ കൊണ്ട് വിഴച്ച് പലതരത്തിലുള്ള കർത്താവെ വീട്ടുമൃഗങ്ങളെ കൊണ്ട് ജീവിക്കുന്നവർ കർത്താവെ, ആ ജീവിതം മുട്ടിപ്പോയവര്, രോഗങ്ങളുള്ളവര്, വീട്ടുമൃഗങ്ങൾക്ക് രോഗങ്ങളുള്ള, ഫാമിന് രോഗങ്ങളുള്ളവര്, പിഗ് ഫാം കർത്താവ്, കൗ ഫാം, അതുപോലെ എല്ലാ ഫാമുകൾ കർത്താവ്, കാർഷിക വിളകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയം. കാർഷിക വിളകൾ നശിച്ചുപോയി, ഇഞ്ചി കൃഷികൾ, ഏലക്കൃഷികൾ, റബ്ബർ കൃഷികൾ,
മൂലം കർത്താവ് അത് ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ അവിടെ കണ്ണുനീരെല്ലാം കർത്താവ് എടുക്കണമേ. മത്സ്യത്തൊഴിലാളികളെ വീട് വിൽക്കാനുള്ള സ്ഥലം വിൽക്കാനുള്ളവര്, വള്ളം വിൽക്കാനുള്ളവര്, വല വിൽക്കാനുള്ളവര്, വല വാങ്ങാനുള്ളവര്, മത്സ്യം കിട്ടാത്തവര്, എല്ലാ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കടങ്ങളെല്ലാം പരിഹരിക്കാൻ ദൈവത്തിന്റെ കണ്ണ് ചൊരിയട്ടെ. എന്നിൽ നിറയണമേ നാഥാ, വരേണമേ സൗഖ്യം നൽകണമേ നാഥാ, വരേണമേ എന്നിൽ നിറയണമേ നാഥാ, വരേണമേ സൗഖ്യം നൽകണമേ. കുട്ടിയെ നിൽക്കുക. സ്വന്തം കാര്യം എന്തെങ്കിലും അച്ഛൻ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം കാര്യം മൗനമായിട്ട് പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും സ്വന്തം കാര്യം ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്, അത് ഈ ആരാധന സമാധാനത്തിൽ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മരിയ, ആവേ 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 മരിയ.